ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. കൊണ്ടാഴിയിലെ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖനും മായന്നൂർ KSRMS ഗ്രാമീണ വായനശാല ആദ്യകാല പ്രവർത്തകനുമായ P. സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ അനുസ്മരണ പരിപാടി നടന്നു. കൊണ്ടാഴിയിലെ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖനും മായന്നൂർ KSRMS ഗ്രാമീണ വായനശാലയുടെ ആദ്യകാല പ്രവർത്തകനുമായ P. സുബ്രഹ്മണ്യൻ നമ്പൂതിരി എന്ന PS-ന്റെ അനുസ്മരണ പരിപാടിയാണ് സംഘടിപ്പിച്ചത്. നാടക പ്രവർത്തകനും രചയിതാവുമായിരുന്നു PS. മായന്നൂർ KSRMS ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച PS അനുസ്മരണ പരിപാടിയുടെ ഉദ്ഘാടനം റിട്ടയർഡ് അധ്യാപകനും എഴുത്തുകാരനും നാടക ഗവേഷകനും പ്രഭാഷകനുമായ ഡോക്ടർ ശശിധരൻ കളത്തിങ്കൽ നിർവഹിച്ചു. അതിന്റെ താഴെ സഞ്ചി പള്ളിക്കൂടത്തിൽ നിന്നും പറമ്പി കിടന്ന് അവളെ വീട്ടിലേക്ക് ഗോകുലം വഴി തിടപ്പള്ളിയിൽ പായസം വയ്ക്കുന്നതിനിടയിൽ മാറുന്ന അമ്പലത്തിന്റെ ആദ്യത്തെ ചുവടുന്ന് വീട്ടിൽ നോക്കിക്കാണുമ്പോൾ ഈ പെൺകുട്ടി ദിവസവും കാണുന്നത്. വീട്ടിൽ ചോദിച്ചു, വീട്ടിൽ കാണുമ്പോൾ തൊമ്പരാനായി പോകുന്നത്. പക്ഷെ ദിവസം കാണുമ്പോ ഒരു ദിവസം തമ്പുരാൻ അങ്ങോട്ട് ചോദിച്ചു, വീട്ടിൽ കുട്ടി എന്നെ അക്ഷരം പഠിപ്പിക്കുമ്പോയി. ആ തീയാടി പെൺകുട്ടി അദ്ദേഹത്തിന് ശാസ്ത്രം പഠിച്ചു. ആ തീയാടി പെൺകുട്ടിയിൽ നിന്നും ആദ്യത്തെ അക്ഷരമാല പഠിക്കുന്നത് ഒരു നമ്പൂതിരി തീയാടി പെൺകുട്ടിയിൽ നിന്നും അക്ഷരമാല പഠിക്കുന്നത് കൂടി അദ്ദേഹം ആദ്യമായിട്ട് അക്ഷരം പഠിച്ചതിലൂടെ അദ്ദേഹം ആദ്യമായി ചേർത്ത് വായിച്ച് വാക്കുണ്ട് മാനാർക്ക് കൂടാ എന്ന് പറയുന്നത്. ആ മനുഷ്യനാണ് സ്വന്തം സമുദായത്തിൽ നിന്ന് യോഗക്ഷേമ സഭ എന്ന് പറയുന്നത് നമ്പൂതിരിമാരുടെ പരിഷ്കരണത്തിന് വേണ്ടിയായിരിക്കും. ആ പരിഷ്കരണത്തിന് വേണ്ടിയുള്ള നമ്പൂതിരി സമുദായത്തിൽ നമ്പൂതിരി യുവാക്കളെല്ലാം മോദിച്ചതുകൊണ്ട് ഒരു നാടകം അവതരിപ്പിക്കാൻ തീരുമാനിക്കുന്നു. നാടകങ്ങളുടെ അറിയാത്ത ഒരാളാണ്, പക്ഷെ തന്റെ സമുദായത്തില് മായന്നൂർ KSRMS ഗ്രാമീണ വായനശാല ഹാളിൽ സംഘടിപ്പിച്ച PS അനുസ്മരണ പരിപാടിയിൽ വായനശാല പ്രസിഡന്റ് T. വസന്തകുമാരി ടീച്ചർ അധ്യക്ഷയായിരുന്നു. ജില്ലാ ലൈബ്രറി കൌൺസിൽ അംഗം എൽദോ ജോസ്, വായനശാല സെക്രട്ടറി V. ബിന്ദു ടീച്ചർ, വായനശാല പ്രവർത്തക സമിതി അംഗം CM വാസുദേവൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് വായനശാല പ്രസിഡന്റ് T. വസന്തകുമാരി ടീച്ചർ ഉദ്ഘാടകനായ ഡോക്ടർ ശശിധരൻ കളത്തിങ്കലിനെ സ്നേഹോപഹാരം നൽകി ആദരിച്ചു. അനുസ്മരണ സമ്മേളനത്തിന് ശേഷം തുപ്പേട്ടൻ രചിച്ച മാർത്താണ്ഡന്റെ സ്വപ്നങ്ങൾ എന്ന നാടകത്തിന്റെ അവതരണവും ലിറ്റിൽ എർത്ത് സ്കൂൾ ഓഫ് തിയേറ്റർ കേരളയുടെ ആഭിമുഖ്യത്തിൽ അരങ്ങേറി. ഡിസൈനും സംവിധാനവും നിർവഹിച്ചത് അരുൺലാലായിരുന്നു. മനുഷ്യന്മാരെ ഇറങ്ങാൻ വേണ്ടിട്ട് അതെ എന്റെ ദണ്ണം കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അത് മനസ്സിലാക്കിക്കോളൂ. ഏട്ടാ പോക്കര് വന്നു. എന്ത് തോന്നി പറ്റി? ഓഹോനൊരു സ്വപ്നം കണ്ടു. എല്ലാവർക്കും സ്വപ്നം കാണുന്നതെന്ന് അറിയാലേ. ആ പോക്കരെ ഓ ദുബായി പോണതാ സ്വപ്നം കണ്ടിരിക്കുന്നത്. ദുബായ് പോവുക, 4 കായ് ഉണ്ടാക്കുക, ഇതൊക്കെ ഇപ്പത്തെ സ്വപ്നല്ലേ? ഇന്നത്തെ നിങ്ങളെ വിചാരിച്ച സ്വപ്നം കാണാനല്ല. ഒരാള് സ്വപ്നം കണ്ടിട്ട് ഇത്ര ആരാധന ഒന്നാ ചമ്പൊക്കെ പോട്ടെ വെച്ചൂടെ. ഇപ്പൊ കഴിഞ്ഞത് 14ാമത്തെ സ്വപ്നം. 10ാമത്തെ സ്വപ്നത്തില് ഓൻ പാമ്പാട്ടിയായിരുന്നു. എന്നിട്ട് ഓ പാമ്പാട്ടിയായിട്ട് കൊയലിങ്ങനെ വിളിക്കുമ്പോഴേ നമ്മള് പാമ്പായിട്ട് പാമ്പായിട്ട് എങ്ങനെയുണ്ട് മൂപ്പരാളായിരുന്നു മെയിൻ പാമ്പ്. CCV ന്യൂസ്, കൊണ്ടാഴി.